നമ്മൾ ഈ പറയുന്ന വാക്കുകളില്ലേ, ഈ വാക്കുകൾക്ക് വളരെയധികം പവറാണ്. തഥാസ്തു, സംഭവിക്കപ്പെടട്ടെ എന്നുള്ളതുണ്ടല്ലോ. അപ്പൊ നമ്മുടെ നെറുകയിൽ ഇരുന്നു കൊണ്ട് നമ്മളൊരു യൂണിവേഴ്സാണ്. യഥാർത്ഥത്തിൽ ഈ അടി വാങ്ങിക്കാത്തത് കൊണ്ടാണോ ഈ തലമുറ നന്നാവാത്തത്, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അങ്ങനെ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, പക്ഷേ അതിനൊരു കാരണമുണ്ട് രാഹുൽ. ചെറിയ കളവ് നടത്തിയാൽ ചെറുവിരൽ കൊത്തണം എന്ന് പറയും, പണ്ടുള്ളവർ പറയും. അത് അവരുടെ ചെറുവിരൽ മുറിച്ച് കളയാനൊന്നും അല്ല. അവരെ സംബന്ധിച്ച് അതെല്ലാം സ്നേഹമാണ്. സംതിങ് ഈസ് മിസ്സിങ് അവിടെ. അതെ, അതെന്താന്ന് തിരിച്ചറിയൂ. മുത്തശ്ശിയാവാൻ ശ്രമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ കുട്ടികളെ കളിയാക്കുന്നുണ്ടല്ലേ? വേണ്ട, ആ കുട്ടി പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ ഒന്ന് കേട്ടാൽ എന്താ പ്രശ്നം? ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ട് കമ്പയർ ചെയ്യൽ അത് സാധ്യമല്ലാത്ത കാര്യമാണ് രാഹുൽ. അത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണ്, അത് നിങ്ങൾക്ക് ബോധ്യമില്ലേ? നമുക്ക് ബോധ്യമില്ല. ഇപ്പോൾ എനിക്ക് ബോധ്യമുണ്ട് എൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്. എനിക്ക് ഈ അറ്റം വരെ ഓടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആ അറ്റം വരെ ഓടിയിട്ട് ഞാൻ ചിന്തിക്കണം, ഇനി നെക്സ്റ്റ് ഓടിയാൽ ഞാൻ തളർന്ന് വീഴുമോ അതോ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ചിന്തിക്കണം. അവിടെ അതാണല്ലോ നമ്മുടെ കോമൺ സെൻസ് എന്ന് പറയുന്നത്. എന്നാൽ മാത്രമല്ലേ മുന്നോട്ട് പോകാൻ പറ്റുക. ഇനി അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഉത്തമമായ ഒരു മാർഗനിർദ്ദേശം തരാൻ പറ്റുന്ന ഒരു വ്യക്തിയോട് നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, അഭിപ്രായം തേടാം. എന്നിട്ടും അവിടെയും നമ്മൾ നമ്മുടെ കഴിവിനെക്കുറിച്ച് ചിന്തിക്കണം. അഭിപ്രായം തേടുമ്പോഴും അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നുള്ള അഭിപ്രായമായിരിക്കും പറയുന്നത്. ഇത് നമുക്ക് വർക്കൗട്ട് ആവുമോ, നമുക്ക് ആപ്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ അവിടെ ചിന്തിക്കണം. എന്നിട്ട് മാത്രം അതിന് ആക്ഷൻ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഞാനത് ചെയ്തു, ഇവർ പറഞ്ഞു ഇത് ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് പാരൻസ് എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കൾ ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ ആയി എന്ന് കരുതിയിട്ട് നമ്മുടെ മക്കൾക്ക് അത് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അവർ അറ്റ്ലീസ്റ്റ് ശപിക്കാതിരിക്കുക, അവരിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സംസാരിക്കുക. അവരൊരു കാര്യം നിങ്ങളോട് വളരെ ഹാപ്പി ആയിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയുമ്പോൾ അപ്രിസിയേഷൻ ചെയ്യാനുള്ള ഒരു മിനിമം മര്യാദ, ആ ഒരു മര്യാദയെങ്കിലും കാണിക്കുക. ഇതിപ്പോൾ ഒരുപാട് രക്ഷകർത്താക്കളുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ അവർക്കറിയാം മക്കൾക്ക് അവരോട് ദേഷ്യമാണ്, അടങ്ങാത്ത ദേഷ്യമാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരുപാട് രക്ഷകർത്താക്കളുണ്ടാവും. അവരിനി എന്താണ് ചെയ്തത്? ഇപ്പോൾ വർഷങ്ങളായിട്ട് മക്കളാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടത്തില്ല. വീട്ടിനുള്ളിൽ ഒരേ ടേബിളിലായിരിക്കും ആഹാരം കഴിക്കുന്നത്, പക്ഷേ അവർ തമ്മിൽ പരസ്പരം മിണ്ടിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള രക്ഷകർത്താക്കളോട് എന്താണ് പറയാനുള്ളത്? ഇനി അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കളായിട്ടുള്ള ആളുകളുണ്ടാവും, അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? തുറന്ന് സംസാരിക്കുക, ഒരു സമയം കണ്ടെത്തുക, അതിനെ പറ്റിയൊരു സാഹചര്യം സൃഷ്ടിക്കുക ഫസ്റ്റ്. എന്നിട്ട് അവരോട് പറയാം, എന്താണ് മക്കളെ നിങ്ങളുടെ ഉള്ളിൽ, ഓക്കെ ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് ഈ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരുന്ന് സംസാരിച്ച് ഒരു നേരമെങ്കിലും ഫാമിലിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അതൊക്കെ തന്നെയാണ്. ഇന്ന് മൊബൈലിലും അല്ലെങ്കിൽ ടി വിയുടെ മുന്നിലും മാത്രം ഡിന്നർ കഴിക്കുന്ന കുടുംബങ്ങൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ മദ്യപിച്ച് ലക്ക് കെട്ട് വരുന്ന അച്ഛൻ, മൊബൈലിൽ മാത്രം ചിലവഴിക്കുന്ന അമ്മ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളെ മാത്രം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ കണ്ടു വളരുകയാണ് കുട്ടികൾ. ഇവർക്കിത് ആദ്യം കാണിച്ചു കൊടുത്തത് ആരാ? അച്ഛനും അമ്മയും തന്നെ. ഇപ്പോൾ ഒരു 25 വയസ്സ് എത്തി നിൽക്കുന്ന കുട്ടീന്ന് വിചാരിക്കുക, ഈ കുട്ടിക്ക് ആദ്യം ഇതിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് എവിടെയാണ്? ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കുട്ടികളിലേക്ക് ആദ്യം കൊടുത്തു, ഇവരത് എടുത്തു, ഇവർ പിന്നെ അത് സ്വായത്തമാക്കി. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ കാണിച്ചു കൊടുത്തത് കൊണ്ട് ആ സമയം അതിനൊരു ലിമിറ്റ് വെക്കുക. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ മൊബൈലിൻ്റെ യൂസേജ് മതിയെന്നേ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അവരോട് സംസാരിക്കൂ, ബുക്സ് ഒരുപാട് ബുക്സുകൾ വായിക്കാൻ കൊടുക്കൂ. ഇത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം പറയുള്ളത്, ഇത് ഇപ്പോൾ ആളുകൾ കാണുമ്പോൾ വിചാരിക്കും സാധാരണപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ മാത്രമാണ് ഇതുള്ളത്. പക്ഷെ അങ്ങനെയല്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരായിട്ടുള്ള, ചിലപ്പോൾ സമൂഹത്തിൽ വലിയ രീതിയിൽ നിൽക്കുന്ന, ചിലപ്പോൾ മതനേതാക്കന്മാരായിരിക്കും, ആളുകളുടെ മുന്നിൽ പോയി പ്രസംഗിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇവരുടെ എല്ലാം ജീവിതത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അത് കോൺട്രവേഴ്സി ആയി പോകും. എന്നാലും ഞാൻ പറയാം, കാരണം കോൺട്രവേഴ്സി അല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. മതപണ്ഡിതന്മാര് ഉസ്താദന്മാരെന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവർ മാത്രമല്ല ഈ വിഷയമായി സംസാരിച്ച് അമ്പലങ്ങളിലായിരിക്കാം, പള്ളികളിലായിരിക്കാം, എല്ലായിടത്തും പോയി പ്രസംഗിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖന്മാരായിരിക്കാം, അല്ലെങ്കിൽ പോലീസ് സേനയിലെ വമ്പൻ ഉദ്യോഗസ്ഥരായിരിക്കാം, വലിയ ഉദ്യോഗസ്ഥരായിരിക്കാം, അധ്യാപകരായിരിക്കാം. അതായത് മറ്റുള്ള ആളുകളെ നന്നാക്കാൻ പോകുന്ന, മറ്റുള്ളവരുടെ മക്കളെ നന്നാക്കാൻ പോകുന്ന അധ്യാപകരായിരിക്കാം. അവരുടെ മക്കളും ആ രീതിയിൽ പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഉസ്താദന്മാരുടെ മക്കള് എൻ്റെ അടുത്ത് സെഷൻ എടുത്തവരുണ്ട്. ഈ പറയുന്ന ഡ്രഗ്സിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. കോൺട്രവേഴ്സി ആവണ്ട, എന്നാൽ കൂടി ഒരു സത്യാവസ്ഥയാണ്. അതുപോലെ തന്നെ മതപണ്ഡിതന്മാർ പല മതസ്ഥിൽ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യസ്തം വേണ്ട, ഇതിലെല്ലാത്തിലും പെടുന്ന മതപണ്ഡിതന്മാരുടെ പല മക്കളുകളും അനിയന്മാരുടെ മക്കൾ ഒക്കെ വന്നിട്ടുണ്ട്. സമൂഹത്തിൽ വളരെ റെപ്യൂട്ടഡായ ഗസറ്റഡ് റാങ്കിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ പോലും
ഗസറ്റഡ് റാങ്ക് നമ്മളെയൊക്കെ അതിശയിപ്പിക്കും. കാരണം നമ്മളോർക്കും അയ്യോ ഗസറ്റഡ് ഓഫീസേഴ്സാണ്, അവർ കുറച്ചുകൂടെയൊക്കെ ഒരു റെപ്യൂട്ടഡായ ഒരു സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരാണല്ലോ. അപ്പോൾ അതിൽ ഈ ഒരു കാര്യം സംഭവിക്കപ്പെടുന്നുണ്ട്. ഹാബിറ്റ്സിൻ്റെ കാര്യങ്ങൾ കൊണ്ടിട്ടുള്ള ബുദ്ധിമുട്ട് സംഭവിക്കപ്പെടുന്നുണ്ട്. അവർ വളരെ രഹസ്യമായിട്ടൊക്കെ ആയിരിക്കും നമ്മളെ കാണാൻ വരുന്നത്. രഹസ്യമായിട്ടൊക്കെ ഇന്ന ആളാണ്, ഇന്ന പെർട്ടിക്കുലർ ആളാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അത് കഴിയുമ്പോഴൊക്കെയാണ് മനസ്സിലാവുമോ ഇത് അദ്ദേഹമാണല്ലേ എന്ന്. വളരെ രഹസ്യമായിട്ട് പറയും ഈ ഒരു കാര്യങ്ങൾ. അല്ല, ഞാൻ ഒന്ന് രണ്ട് ചില ആളുകളോട് സംസാരിക്കുന്ന പോലെ അവർ പറഞ്ഞിട്ടുണ്ട്, ചില പോലീസുകാരുടെ മക്കളുണ്ട്. മക്കൾ വരാറുണ്ട്. അവർ രഹസ്യമായിട്ടാണ് കൊണ്ടുവരാറുള്ളതും ട്രീറ്റ് ചെയ്യാറുള്ളതും ചില ഡോക്ടർമാരുടെ അടുത്ത്. എൻ്റെ അടുത്ത് 2-3 മറ്റാർക്കും അറിയില്ല. വീട്ടിലേക്ക് ചിലപ്പോൾ ഡോക്ടറെ വിളിപ്പിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഇവരെ ഫാമിലി ട്രിപ്പ് പോകുന്ന പോലെ പോയിട്ട് ആരും അറിയാതെ ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ടേഷൻ ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വലിയ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഗസറ്റഡ് റാങ്കിലിരിക്കുന്നതിൽ വന്നിട്ടുണ്ട്, അഡ്വക്കേറ്റ്സിൻ്റെ മക്കൾ വന്നിട്ടുണ്ട്, ഡോക്ടേഴ്സിൻ്റെ മക്കൾ, ഇതൊക്കെ കാരണം നമ്മളൊരു സൈക്കോളജി കം ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതോടുകൂടി സൈക്കോളജിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഹാബിറ്റ്സിൽ നിന്ന് പുറത്തു വരാനും ഒക്കെ നമുക്കത് ഉപകാരപ്രദമായ ഒരു ഇതിൽ ഹീലിംഗ് എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നത്? ഇപ്പോൾ നമുക്കറിയാം സൈക്കോളജി പരമായിട്ട് ഇപ്പോൾ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് പല കാര്യങ്ങളും ഇങ്ങനെ പോവും. അവർ കൃത്യമായിട്ടുള്ള അതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കും. അതിന് കഴിയില്ലെങ്കിൽ അവർ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പ്രിഫർ ചെയ്ത് വിടും. ഇതാണ് നമ്മൾ പലപ്പോഴും സയന്റിഫിക്കലി പോകുമ്പോൾ കാണുന്നത്. ഇതിൽ എങ്ങനെയാണ് ഹീലിംഗ് വർക്കൗട്ട് ആവുന്നത്? ഹീലിംഗ് മൊഡാലിറ്റിയിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ സൈക്കോളജി പരമായ കാര്യങ്ങളിലൂടെ അവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് സൈക്കാട്രി ട്രീറ്റ്മെൻ്റ് ആണ് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ളവരെയാണ് പ്രിഫർ ചെയ്യുക. അല്ല, ഒരു ഈ പറയുന്ന പോലെയുള്ള സംസാരത്തിലൂടെ കുറേയേറെ സംസാരിച്ച് ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഈ സൈക്കോളജി പരമായ അപ്രോച്ച് സ്വീകരിക്കും. പ്ലസ് അതിൻ്റെ ശേഷം ഉണ്ടാകുന്ന തെറപ്പി സെഷൻസ് ഉണ്ട്. അത് മോർണിംഗ് ടു ഈവനിങ് ഇവരിലേക്ക് അപ്ലൈ ചെയ്യേണ്ട രീതിയുണ്ട്. അപ്പോൾ അത് ഓൺലൈനിൽ ചെയ്യാറുണ്ട്, അല്ലാതെ ഫിസിക്കൽ വരുന്നവർക്കും അങ്ങനെയും ഉണ്ട്. പക്ഷേ ഓൺലൈനിലൂടെ ചെയ്യുമ്പോൾ ഇത് വർക്കൗട്ട് ആകുമോ എന്നൊരു ചോദ്യം അപ്പോൾ വരാം. വളരെ വ്യക്തമായിട്ട് നമുക്കത് വർക്കൗട്ട് ആകുമെന്നുള്ളതാണ്. കാരണം നമ്മൾ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കപ്പോഴും നമുക്ക് എത്രത്തോളം പറ്റുമെന്നുള്ളതൊരു ചോദ്യമാണ്. എന്നാൽ കൂടിയും നമ്മൾ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ഫോൺ കോൾസോ ഒരു മെസ്സേജോ അവർക്കൊരു പോപ്പപ്പ് ഒന്ന് പോക്ക് ചെയ്യാന്ന് പറയില്ലേ, ചില കാര്യങ്ങൾ നമ്മളൊന്ന് പോക്ക് ചെയ്യുമ്പോൾ ഇതെനിക്ക് മറന്നിരുന്ന കാര്യം ഓർമ്മ വന്നു എന്നുള്ളതുപോലെ, യെസ് ഞാൻ കുറച്ച് ഒരു 4 മണിക്കൂറത്തേക്ക് ഞാൻ ബാലൻസ്ഡ് ആണ്. വീണ്ടും അങ്ങനെ ഫസ്റ്റ് സ്റ്റേജിലോട്ട് വളരെ ക്രൂഷ്യലായ സ്റ്റേജിൽ ഉള്ളവരെയാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ പോയ ഒരുപാട് ആളുകളുണ്ട്. പലരും ഈ ദേഷ്യം ഇങ്ങനെ കടിച്ചമർത്തി ആത്മഹത്യയുടെ സ്റ്റേജിലായിരിക്കാം. ഇത് ജീവിതം മൊത്തത്തിൽ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളായിരിക്കാം. അത് രക്ഷകർത്താക്കളിൽ പോലും മക്കളുടെ ഇത് കണ്ട് അവരുടെ കുറ്റപ്പെടുത്തൽ സഹിക്കാൻ വയ്യാതെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കൾ. ഒരു പാരന്റ് പറഞ്ഞതാണ്, ആ വ്യക്തി ആ കുട്ടി മരിച്ചുപോയ എനിക്ക് അത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു മാഡം. അത്രയേറെ ഒരു സമൂഹത്തിൽ നാണം കിടന്നുണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത പ്രയാസം തോന്നും. പക്ഷേ നമുക്ക് ഒരിക്കലും ഒരു ഹീലർ അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന എനിക്ക് ഹോളിസ്റ്റിക് ലെവലിൽ എനിക്ക് അവരുടെ ഇമോഷനിലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. അതെ, എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഈ ചാനലുമായി നിൽക്കുന്നതുകൊണ്ട് ചില ആളുകൾ ഇപ്പോൾ ഗസ്റ്റുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എന്നെ ആയിരിക്കും വിളിക്കുന്നത്. ചില ആളുകൾ എടുത്തുടനെ പൊട്ടിക്കരച്ചിലായിരിക്കും അവരുടെ മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്തെങ്കിലും കാര്യം അറിയാതെ ചിലപ്പോൾ ചില അമ്മമാരൊക്കെ അങ്ങ് പൊട്ടിക്കരയുകയായിരിക്കും. അവർ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി. യെസ്, അവിടെയാണ് നേരത്തെ രാഹുൽ ചോദിച്ച ഒരു ചോദ്യം കംപ്ലീറ്റ് ആക്കാതിരുന്നത്. കാരണം ഇനി എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക? ഈ പൊട്ടിക്കരയുന്ന സമയത്ത് ഈ കുട്ടികളോടൊന്ന് സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക. നമുക്ക് എവിടെയാണ് പോകണ്ടേ, എന്താ ചെയ്യണ്ടേ, എങ്ങനെയാണ് നമുക്കിതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുക? കൂടുതൽ അവരെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് പാരൻസ് നിൽക്കാൻ ശ്രമിക്കുക ഈ ഒരു ഹാബിറ്റ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞ ശേഷം. പക്ഷേ പലർക്കും നാണക്കേടാണ്. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ പോലും ഭ്രാന്തിനെ ചികിത്സിക്കാൻ എനിക്ക് ഭ്രാന്തില്ല, ഇതൊന്നും ഭ്രാന്തല്ല. സത്യമായൊരു കാര്യം കേട്ടോ. കാരണം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ എടുക്കുകയാണെങ്കിൽ അവർ ഫിസിക്കൽ ഹെൽത്തിനല്ല ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്, അവർ മെൻ്റൽ ഹെൽത്തിന് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് ബാലൻസ് ആയാൽ മാത്രമാണ് പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു ലൈഫിലേക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ നമ്മൾ കട്ടാവും. നമ്മളുടെ 24 hours എന്ന് പറയുന്നതിൽ റെസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന 8 hours നമ്മൾ ഉറക്കമാണ്, അത് റിസൾട്ടാണ്. പക്ഷേ ഈ 16 hours ഉണ്ട് പ്രൊഡക്റ്റീവും പേഴ്സണലായ ലൈഫ്. ഈ 2 ലൈഫും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇമ്പോർട്ടൻ്റ് ആയ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് റെസ്റ്റ് ലൈഫിൽ റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് നമുക്ക് ലാക്കിംഗ് ഓഫ് നമ്മുടെ കോൺഫിഡൻസ് വരുന്നത്? അതിനെന്താണ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്? ഈ കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് ഏതറ്റം വരെയാണ് നമുക്ക് പോകാൻ പറ്റുക എന്ന് ഇരുകൂട്ടരും ചിന്തിക്കണം. ഞാൻ ഈ ഒരു കാര്യം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ കുട്ടികളോട് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനും
വളരെ കോൺഫിഡൻസോടുകൂടി ഈ കാര്യത്തെ എൻ്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ ഈ കുട്ടിക്കും സാധിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ കാര്യത്തിന് പാരൻസിന് തന്നെ ഒരു ലെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ മാനിഫെസ്റ്റേഷൻ്റെ ഒരു കാര്യം നമ്മൾ തുടക്കത്തിൽ ചോദിച്ചൊരു കാര്യമുണ്ട്. എങ്ങനെ വരുന്നു എന്ന് വരുമ്പം നമ്മൾ ഈ പറയുന്ന വാക്കുകളില്ലേ, ഈ വാക്കുകൾക്ക് വളരെയധികം പവറാണ്. ഇത് ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ കള്ളത്തരമാണ്, പറ്റിക്കലാണ്, ആളുകളെ പൈസ ഇതാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ കാര്യത്തിൽ അപ്ലൈ ചെയ്യേണ്ട രീതി അപ്ലൈ ചെയ്താൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ ഈ കേഴ്സ് പറയുമ്പോൾ ഒരു എനർജി ഇല്ലേ, ദേഷ്യം, ആ എനർജി നെഗറ്റീവ് എനർജിയാണ്. ആ നെഗറ്റീവ് എനർജി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ദേഷ്യത്തിലും വിഷമത്തിലും അതേ ഇമോഷനിൽ നിൽക്കുകയാണെങ്കിൽ ഈ രണ്ട് നെഗറ്റീവും കൂടി ചേരുമ്പോൾ അവിടെ പോസിറ്റീവ് ആവും. എന്ത് പോസിറ്റീവ് ആവും? നെഗറ്റിവിറ്റിയുടെ പോസിറ്റിവിറ്റി വരും. മനസ്സിലായോ? അപ്പോൾ ആ നെഗറ്റിവിറ്റിയിൽ ഈ പറയുന്ന വാക്കിൽ എന്താണോ തഥാസ്തു സംഭവിക്കപ്പെടട്ടെ എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നെറുകയിൽ ഇരുന്നു കൊണ്ട് നമ്മളൊരു യൂണിവേഴ്സാണ്, നമ്മളങ്ങനെ ചിന്തിക്കണം, നമ്മളൊരു യൂണിവേഴ്സാണ്, നമ്മുടെ ഉള്ളിലുള്ള എനർജിയാണ് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നെഗറ്റീവായ വാക്കുകൾ കൊണ്ട് അതിനെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ സംഭവിക്കപ്പെടട്ടെ എന്നുള്ളത് ഈ കുട്ടിയുടെ മനസ്സിൽ ഇതങ്ങ് ആണി വെച്ച് അടിച്ച്, എന്താ പറയുക, ചുറ്റിക വെച്ച് അടിക്കില്ലേ, അതുപോലെ അങ്ങോട്ട് ആ വാക്കുകളും അതിൻ്റെ തീക്ഷ്ണതയും അതിൻ്റെ ജ്വലിക്കുന്ന പ്രഭാവം അങ്ങോട്ട് കയറും. അത് നിങ്ങളുടെ ഓറയിലേക്കും കൂടി ആപ്ലിക്കബിൾ ആവും എന്നുള്ളതാണ് നെഗറ്റിവിറ്റി. അപ്പോൾ പിന്നെ ആ വ്യക്തി എന്താ ചെയ്യുക, എങ്ങനെയാവുക? അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം. ഒരു പരിധി വരെയെങ്കിലും ദേഷ്യം മനുഷ്യർക്കുണ്ടാകും. ഈ അവസ്ഥകൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ചില പാരൻസ് ചോദിക്കുന്നത്, ഈ അവസ്ഥകൾ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഇവരോട് സോഫ്റ്റായിട്ട് പെരുമാറുക? മാഡത്തിനത് പറയാം, സാറിനത് പറയാം, ഞങ്ങളാണ് പെരുമാറുന്നത്. വീട്ടിലാണെങ്കിൽ നടക്കുന്നത് ബഹളവും തല്ലിപ്പൊളിക്കലും കണ്ണാടി അടിച്ചു പൊട്ടിക്കലും മൊബൈൽ ഫോൺ എറിഞ്ഞുടയ്ക്കലും ടി വി തല്ലിപ്പൊട്ടിക്കലും ഇതൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ്? അല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡുണ്ട്. അതേപോലെ തന്നെ പഴയ കാലത്ത് ഞങ്ങളൊക്കെ അടി വാങ്ങിച്ച് വന്നവരാണ്, രക്ഷകർത്താക്കളും അധ്യാപകർക്കും ഒക്കെ ആർക്കും ഞങ്ങളെ അടിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു, നീയൊന്നും അടി വാങ്ങിക്കാത്തത് കൊണ്ടാണ് നീയൊന്നും നന്നാവാത്തത് എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ അടി വാങ്ങിക്കാത്തത് കൊണ്ടാണോ ഈ തലമുറ നന്നാവാത്തത്, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അങ്ങനെ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, പക്ഷേ അതിനൊരു കാരണമുണ്ട് രാഹുൽ. ഞാനൊക്കെ നല്ല തല്ല് വാങ്ങിച്ചു വന്നത്, എൻ്റെ അമ്മ നല്ല ടീച്ചറായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ നല്ല തല്ല് വാങ്ങിച്ചു വന്ന ഒരു കുട്ടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുറുമ്പും കുസൃതിയൊക്കെ ഇത്തിരി കൂടുമല്ലോ. അപ്പോൾ ആ ഒരു പ്രായത്തിലൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് പേടിയുണ്ടായിരുന്നു. നമുക്ക് ഇന്നൊരു കാര്യം ചെയ്താൽ ഇത് തെറ്റാണ്, തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും. ഈ ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്കത് ഒരു എക്സാമ്പിളായിട്ട് പറയാം. രാഹുലിൻ്റെ മുന്നിൽ ഒരു വലിയൊരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ശിക്ഷ കിട്ടും, നമ്മളിവിടെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളൊരു വ്യക്തിയുടെ മുന്നിൽ രാഹുലിന് സാധാരണ അമ്മയോടോ അച്ഛനോടോ ഉണ്ടാകുന്ന ദേഷ്യം കാണിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ നിയമത്തെ പേടിക്കുന്നുണ്ട്, ശിക്ഷയെ പേടിക്കുന്നുണ്ട്, നമ്മൾ ലോക്കാവും എന്നറിയാം. പാരൻസിനോടാവുമ്പോൾ നമുക്ക് എന്തും പറയാം, അവർ കേട്ടോളും, ഇവരോടല്ലേ പറയാൻ പറ്റും. എൻ്റെ അടുത്തൊരു കുട്ടി പറഞ്ഞു, അത് കേട്ടോളും, അതിനൊന്നും വിഷയമില്ല, എന്തിനാ ഇങ്ങനെ ചീത്ത പറയണേ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, അതൊക്കെ കേട്ടോളും. ഈ ഒരു മനോഭാവമുണ്ട്. അപ്പോൾ അവിടെ ചെറിയ രീതിയിലുള്ള ശിക്ഷ ചെറുപ്പത്തിൽ തന്നെ, പണ്ടുള്ളവർ പറയില്ലേ, ചെറിയ കളവ് നടത്തിയാൽ ചെറുവിരൽ കൊത്തണം എന്ന് പറയും, പണ്ടുള്ളവർ പറയും. അത് അവരുടെ ചെറുവിരൽ മുറിച്ച് കളയാനൊന്നും അല്ല, അതൊരു ഉപമ പറയുന്നേ എന്നുള്ളൂ. ചെറിയ രീതിയിലുള്ള അതിന് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ശിക്ഷയിലൂടെ, അമിതമായ ശിക്ഷയൊന്നും ചെയ്ത് കളയരുത്. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ അയൽവക്കത്തുണ്ടായിരുന്ന ഒരു 2 ബോയ്സ്, അതിലൊരാൾ അത്യാവശ്യം കളവൊക്കെ നടത്തുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ വ്യക്തി കളവൊക്കെ നടത്തി വരുമ്പോൾ ഈ അച്ഛനിത്തിരി ചൂടന. അപ്പോൾ ഈ ഫാദർ എന്താ ചെയ്യുക വെച്ചാൽ 2 പേരും കൂടി കൈ കൂട്ടി കെട്ടിയിട്ട് തെങ്ങിൽ കെട്ടിയിട്ട് അടിക്കുമായിരുന്നു. പണ്ടുള്ളവരൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ആ രണ്ടാമത്തെ കുട്ടിയെ, ചെറിയ കളവ് നടത്തുന്ന കുട്ടി, പലവട്ടം വലിയ കളവിന് പോലീസ് പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. നന്നായില്ലേ അത്? അത് ആ ശിക്ഷയുടെ തീവ്രത ആ കുട്ടിയെ നന്നാക്കുകയല്ല ചെയ്തത്, നശിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള ശിക്ഷണം കൊടുത്ത് കുട്ടികളെ വളർത്തുക. ഇത് അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇപ്പോൾ കൂടുതൽ ശിക്ഷ കൊടുക്കുമ്പോൾ അവർ കൂടുതൽ അതിന് ഈഗോ, ഇപ്പോൾ നമുക്കറിയാം ചില കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഈഗോ ആണ്, അവർ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കാനാണ്. അപ്പോൾ അവർക്ക് അടി കൊടുക്കുമ്പോൾ അവർ വീണ്ടും അതിൻ്റെ ഇരട്ടി ചെയ്യാനായിരിക്കും നോക്കുന്നത്. അങ്ങനെ ജീവിതം നശിച്ചു പോയി ഒരുപാട് ആളുകൾ അടി കൊടുത്ത് നശിപ്പിച്ചു. അതാ അത്രമേലുള്ള ശിക്ഷ. കാരണം അവർക്ക് ഇൻസൾട്ടാണ് അവിടെ. വാശി എന്നതിലുപരി മറ്റുള്ളവർ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ശിക്ഷയ്ക്ക് ശേഷം ആ കുട്ടി ഫേസ് ചെയ്യുന്നത് ഒരു ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ഒരു ലൈഫിലേക്കാണ് പോകുന്നത്.
ചോദിക്കുമല്ലോ എന്താണ് അവിടെ പഴയ കാലത്തും ഇതൊക്കെ തന്നെ അല്ലായിരുന്നു. ധാരാളം ഉണ്ടായിരുന്നു. പറയുമ്പോ അടി കൊടുത്ത് വളർത്തണം എന്ന് പറയുമ്പോൾ ആർക്കും വന്നിട്ട് അടിച്ചിട്ട് പോകാൻ കഴിയുന്ന, ഇപ്പൊ വഴിയെ പോകുന്നവൻ അത് നിന്റെ മകനല്ലേടാന്ന് ചോദിച്ചിട്ട് വഴിയെ പോയി ഇങ്ങനെ അടിച്ചിട്ട് തലക്കിട്ടൊക്കെ തട്ടിയിട്ട് പോകുന്ന, പിന്നെ വീട്ടിലെ അമ്മാവന്മാരൊക്കെ വരികയാണെങ്കിൽ അവരുടെ വക കേറിപ്പോടാന്ന് പറഞ്ഞിട്ട് അടിച്ചമർത്തുന്ന ആർക്ക് വേണമെങ്കിലും അടിച്ചിട്ട് പോകാൻ കഴിയുന്ന ഒരു അടിമകളായിട്ടല്ലായിരുന്നോ? അതല്ല, അടിമകളല്ല, മക്കൾ അടിമകളല്ല. അതാ ഞാൻ പറഞ്ഞത്. അതും ഒരു ഇൻസൾട്ട് അല്ലേ അവരെ സംബന്ധിച്ച്? ഇൻസൾട്ട് അല്ല, ഇന്നത്തെ കാലത്തും ഉണ്ട്. കുട്ടികളുടെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ അച്ഛൻ അതുവഴി വന്നു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് തല്ലുന്ന അച്ഛന്മാരുണ്ട്. അവരെ സംബന്ധിച്ച് കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അടി കിട്ടുക എന്ന് പറയുമ്പോൾ അത്രത്തോളം മോശമല്ലേ? ഇൻസൾട്ടാണ്. അപ്പൊ അവര് നന്നാവുകയാണോ ചെയ്യുന്നത്? അല്ല, അത്തരം കുട്ടികളൊക്കെ വേറെ ഹാബിറ്റ്സിലും ബുദ്ധിമുട്ടിലൊക്കെ പോയിട്ട് അച്ഛനോട് സംസാരിക്കാത്ത എത്ര മക്കളുണ്ടെന്ന് അറിയോ അങ്ങനെയുള്ളത്? മറ്റുള്ളവരെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെയൊന്നും അല്ല. കുട്ടികളെ പാരന്റിങ്ങിന് വേറൊരു തലമുണ്ട്. പാരന്റിങ്ങിന് മുമ്പ് നമ്മൾ കുട്ടികളാവാൻ ശ്രമിക്കുക. ഈ പാരൻസ് ആകുന്നത് എങ്ങനെയും ഒരു 30-35 വയസ്സിനിടയ്ക്കായിരിക്കും. ഈ 35 വയസ്സിൽ നിൽക്കുന്ന ബുദ്ധിയും ചിന്തയും കൊണ്ടിട്ടാണ് നിങ്ങൾ 5 വയസ്സുള്ള കുട്ടിയെ ശിക്ഷിക്കുന്നതെന്ന് ഓർക്കണം. അതെന്തൊരു വിരോധാഭാസമാണ് ഇല്ലേ? നമ്മളുടെ ബുദ്ധി വളർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. 35 വയസ്സിൽ നിൽക്കുന്ന വ്യക്തിയുടെ ബുദ്ധി വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് 5 വയസ്സുകാരൻ അത്രമേൽ നിങ്ങൾ ശിക്ഷിക്കുന്നത്. അങ്ങനെയല്ല. പാരന്റിങ്ങിനൊരു ലെവലുണ്ട്. അവരെ മനസ്സിലാക്കുക. ശിക്ഷിക്കാൻ അത്ര പറ്റില്ല, സാഹചര്യങ്ങൾ അത്ര ഭീകരമാണെങ്കിൽ മാത്രം ചെറിയ രീതിയിലുള്ള ഒരു ശിക്ഷ എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. പാമ്പർ ചെയ്യണേം വേണം അതിനുശേഷം. മോനെ, നിന്നെ ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. ഇനി എൻ്റെ മക്കളങ്ങനെ ചെയ്യരുത്, എൻ്റെ മോൻ അങ്ങനെ ചെയ്യരുത്, എൻ്റെ മോളങ്ങനെ ചെയ്യരുത്. കാരണം അതൊരു നമുക്ക് ശരിയല്ലല്ലോ. അതിൻ്റെ കോൺസിക്വൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവും, യെസ്, ഇത് തെറ്റാണ്, ഇത് മിസ്റ്റേക്കാണ്, ഇത് ശിക്ഷ അർഹിക്കുന്നൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. അവൻ്റെ മനസ്സിലത് ട്യൂൺഡാവും. അപ്പോൾ നെക്സ്റ്റ് അത് ചെയ്യുന്ന സിറ്റുവേഷനിൽ വരുമ്പോൾ അത് റൈറ്റ് അല്ല, അമ്മ പറഞ്ഞു അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് റൈറ്റ് അല്ല എന്നുള്ളതിലെ ഒരു ഉൾബോധം ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുകയാണ്. അങ്ങനെയാണ് നമ്മൾ ശരിയും തെറ്റും മനസ്സിലാക്കുന്നത്. എപ്പോഴും തെറ്റിലൂടെ സഞ്ചരിക്കണം, എന്നാലേ ശരിയുടെ രുചി അറിയാൻ പറ്റൂ. ആരും പെർഫെക്റ്റ് അല്ല ഈ ഭൂമിയിൽ. നമ്മളാരും പെർഫെക്റ്റ് അല്ല. നമ്മളെല്ലാവരിലും മിസ്റ്റേക്സും ധാരാളമായ അനാവശ്യ ചിന്തകളും അനാവശ്യ ബന്ധങ്ങളും എല്ലാവരിലും ഉണ്ടായിട്ട് വന്ന സാഹചര്യങ്ങളിലൂടെയുള്ള ജീവിതം പോയിട്ടുള്ളവർ തന്നെയാണ് സമൂഹത്തിൽ എല്ലാവരും തന്നെ. 99.9% ആളുകളും ആരും പെർഫെക്റ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഈശ്വരന്മാരായി പോവില്ലേ? അതെ, ഒരിക്കലും ആരും പെർഫെക്റ്റ് അല്ല. ആ തെറ്റുകളിലൂടെ ആ തെറ്റ് ഇതാണ്, ഓക്കെ, ഇതിങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്താൽ അത് എനിക്ക് മാത്രമല്ല സൊസൈറ്റിയെ ബാധിക്കും. ഇപ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ സൊസൈറ്റിയെ ബാധിക്കുന്നു. ഇപ്പം ഞാനല്ലേ സിഗരറ്റ് വലിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. ആ പുക ചുറ്റുപാടും സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ആളുകൾക്കെല്ലാം അത് എഫക്റ്റ് ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ് നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അതിന് കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ഫാമിലി അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവും. നമ്മുടെ വൈഫോ ഹസ്ബൻഡോ മക്കളോ ഒരു മുതിർന്ന വ്യക്തിയിലാണെങ്കിൽ ഒരു കുട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ പാരൻസ് അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവും, അവരുടെ സിബ്ലിങ്സ് അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവും. അപ്പോൾ ഈ മിസ്റ്റേക്സിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിൽ മാനിഫെസ്റ്റേഷൻ ആ വാക്കുകളിലൂടെ നിങ്ങൾ അങ്ങനെ ആയി തീരുമെന്ന് നിങ്ങൾ അങ്ങോട്ട് അടിവരയിട്ട് അഡ്മിറ്റ് ചെയ്ത് അവരെ അങ്ങോട്ട് ഉറച്ചങ്ങോട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ചില രക്ഷകർത്താക്കൾ ഇത് കാണുന്ന ആളുകൾ മനസ്സുകൊണ്ട് കരുതും, എൻ്റെ മക്കൾ അങ്ങനെയൊന്നുമല്ല, എൻ്റെ മക്കൾ എനിക്കറിയാമെന്ന് പറയുന്ന രക്ഷകർത്താക്കളുണ്ട്. പക്ഷേ പലപ്പോഴും ഞാനിത് പറയുന്നതിൻ്റെ കാര്യം, അങ്ങനെ പറയുന്ന ആളുകളുടെ മക്കളെ ഇവർക്ക് ചിലപ്പോൾ യഥാർത്ഥത്തിൽ അറിയില്ല, കുട്ടികളെ അറിയില്ല. അപ്പോൾ അവരുടെ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം അവർക്ക് അവരോടുള്ള ദേഷ്യവും വാശിയും മറ്റു കാര്യങ്ങളും. പക്ഷേ ഇവർ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് അവരെല്ലാം കൊടുക്കുന്നുണ്ട്, സ്നേഹം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് അതെല്ലാം സ്നേഹമാണ്. സംതിങ് ഈസ് മിസ്സിങ് അവിടെ. അതെ, അതെന്താണെന്ന് തിരിച്ചറിയൂ. നമ്മുടെ കുട്ടികളല്ലേ, നമ്മുടെ പാരൻസ് അല്ലേ, എന്തിനാ അവിടെ ഈഗോ? അവരോട് തുറന്ന് സംസാരിക്കാലോ. എന്തിനാ ഈഗോ, എന്തിനാ വാശി? നമ്മുടെ ജന്മം എടുത്ത് നമ്മുടെ ശരീരത്തിലൂടെ ജന്മം കൊണ്ടത് അവരുടെ സംരക്ഷണയിൽ വളർന്ന മക്കൾ, ഈ രണ്ടും ഈക്വൽ ലെവലിലൂടെ പോകുന്നതാ, രണ്ടും വ്യക്തികളാ. ഇപ്പം രാഹുൽ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു കുട്ടി ഒരു ബോയ് ആണെങ്കിൽ കൂടിയും രാഹുലിൻ്റെ ഉള്ളിലെ സോള് എന്നേക്കാൾ പ്രായം കൂടിയതാണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഓൾവേസ് രാഹുൽ എന്ന് പറയുന്ന പേഴ്സണെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. ആ കുട്ടി ഇളയതല്ലേ, അങ്ങനെയല്ല. നമ്മൾ എന്നിൽ നിന്ന് ജനിച്ചതാണല്ലോ എൻ്റെ മകൻ എന്ന് കരുതിയിട്ട് നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കരുത്. അവരൊരു പേഴ്സണാലിറ്റിയാണ്. അവർക്കൊരു പക്ഷേ അവരുടെ സോളിന് ആയുസ് കൂടിയ ഒരുപാട് ജന്മങ്ങളെടുത്ത സോളായിരിക്കാം. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയും ഇൻസൾട്ട് ചെയ്യാൻ തോന്നില്ല. ചില കുട്ടികളുടെ ഞാൻ റീഡ് ചെയ്യുന്ന സമയത്ത് PLR റീഡ് ചെയ്യുന്ന സമയത്ത് അവർ പാരൻസിനേക്കാൾ വളരെ ഏജ്ഡായ സോളായിരിക്കും.
അപ്പോൾ അവർ വളരെ കാര്യഗൗരവമായിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ ഈ പാരൻസിന് അത് ഇഷ്ടപ്പെടില്ല. കാരണം നമുക്ക് പാരൻ്റ് എന്ന് പറഞ്ഞാൽ യങ് ഏജിലുള്ള സോളായിരിക്കും. അപ്പോൾ അവർ ചിന്തിക്കാൻ ആഹാ ഈ പറഞ്ഞ പോലെ തലയിരിക്കുമ്പോൾ വാലാടുന്നു എന്നുള്ളൊരവസ്ഥയിൽ അവരുടെ ഈഗോ വർക്ക് ചെയ്യാം. പക്ഷേ ഈ കുട്ടിയുടെ പാസ്റ്റ് ലൈഫിലുള്ള എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് ആ സോളായിരിക്കും കണക്ട് ചെയ്യുന്നത്. ആ സോളായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ചില കുട്ടികളുണ്ടല്ലോ വളരെ കാര്യഗൗരവമായിട്ട് മുത്തശ്ശിയാവാൻ ശ്രമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കളിയാക്കുന്നുണ്ടല്ലേ. വേണ്ട, ആ കുട്ടി പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ ഒന്ന് കേട്ടാൽ എന്താ പ്രശ്നം? ഇന്നത്തെ കുട്ടികളല്ലേ, അവർക്ക് ഒരുപാട് നോളജ് ഇല്ലേ, ടെക്നിക്കൽ സൈഡ് ഒരുപാട് അറിവുകളുള്ള കുട്ടികളാണ്. അപ്പോൾ അവരോടൊരു കാര്യം ചോദിച്ചിട്ട് ഇങ്ങനെ മോനെ ഇതൊന്ന് അല്ലെങ്കിൽ മോളെ ഇതൊന്ന് എങ്ങനെയാണെന്ന് പറയും. അതിനെ നമ്മളവരെക്കാൾ PG യും PhD യും MPhil ഒക്കെ എടുത്ത് എഡ്യൂക്കേറ്റഡ് ലെവലിൽ വലിയ ആളുകളാണ് നിൽക്കുകയാണെന്ന് പറഞ്ഞാലും ഇവരുടെ നോളജോട് ചിലപ്പോൾ കിടപിടിക്കാൻ നമുക്ക് സാധിക്കണം എന്നില്ല. അപ്പോൾ അവിടെ ഈഗോ അങ്ങോട്ട് കളഞ്ഞേക്കുക. ഈഗോ നല്ലതല്ല. ഈഗോ നമ്മളെ നശിപ്പിക്കുകയുള്ളൂ. തുറന്ന് സംസാരിക്കുക, തുറന്ന ഒരു ചർച്ച. എവിടേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടക്കിൽ മരുന്ന് വെക്കേണ്ടത് എവിടേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ നന്നായി പഠിച്ച് അവരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ഇടപെട്ട് അവരുടെ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിൽ കുട്ടികൾ നമ്മളോടെല്ലാം പറഞ്ഞിട്ട് നിൽക്കും. ആ സർക്കിളിനപ്പുറത്തേക്ക് അവർ പോവില്ല. ലക്ഷ്മണരേഖ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതിനപ്പുറത്തേക്ക് അവർ പോവില്ല, പോവാൻ തോന്നില്ല. സ്വാതന്ത്ര്യം ബലത്തിലൂടെ പിടിച്ചു വെക്കുമ്പോഴാണ് അത് ഹനിക്കാൻ തോന്നുന്നത്. അല്ല, സ്വാതന്ത്ര്യമുണ്ട് എന്ന് സ്വയം അവർക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ പാരൻസ് അവർക്ക് ഒരു സ്പേസ് കൊടുത്താൽ ആ സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യാൻ അവർക്ക് തോന്നില്ല. അത് വളരെ പ്രൂവണായ കാര്യം തന്നെയാണ്. സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ അവർ ശ്രമിക്കും. അയ്യോ എൻ്റെ പാരനോട് ഞാൻ ഈ ചതി ചെയ്യരുത് എന്ന്. ആ രീതിയിൽ നിങ്ങളുടെ മക്കളെ കാണും, ശത്രുക്കളായിട്ട് കാണല്ലേ. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ശത്രുക്കളാകുന്ന മക്കളുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയുന്നില്ല, ഉണ്ട്. പക്ഷേ അതിന് നിങ്ങളും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അച്ഛനെ അമ്മയെ വെട്ടിക്കൊല്ലുന്ന മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജിയുടെ ശത്രുത തന്നെയാണ് അത് ഈ ജന്മത്തിൽ വന്ന് തീർന്നിട്ട് പോകുന്നത്. അതും അങ്ങനെയൊരു കാരണങ്ങളും ഇതിനുണ്ട്.